ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് ഞങ്ങൾ 4 പേരും കൂടെ മണ്ണാർക്കാട് പള്ളിയിൽ പോയതാണ്. അപ്പോൾ ഇന്നല്ല 8 നോയമ്പിലൊന്ന് പോയതാണ്. സമയം കിട്ടിയില്ല വീഡിയോ എഡിറ്റ് ചെയ്യാൻ. ഞങ്ങൾ ഉച്ചയ്ക്കൊക്കെ ആയിരുന്നു, പിന്നെ ഒന്നും കഴിച്ചൊന്നുമില്ല. പിന്നെ അവിടെ കയറി കുറച്ച് ബിരിയാണിയൊക്കെ കഴിച്ചു, പിന്നെ മെഴുകുതിരിയൊക്കെ മേടിച്ചു. പിന്നെ അങ്ങോട്ട് നടക്കുക, അവിടെ ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ വെയിൽ അതിനപ്പുറം. പിന്നെ ഞങ്ങൾ കുടയൊക്കെ ചൂടി പുറകിലോട്ട് നടക്കുക. അവിടെ അതിൻ്റെ ഇത് പ്രദർശനമൊക്കെ ഉണ്ടായിരുന്നു. ഇവരുടെ വീഡിയോ ആരും എടുക്കാനില്ലാത്തതുകൊണ്ട് അവർ സ്വന്തമായിട്ട് തന്നെ അവരുടെ വീഡിയോ ഒക്കെ എടുത്തു. അപ്പോൾ ഞങ്ങൾ ബാക്കിൽ പോയി, അവിടെ മെഴുകുതിരിയൊക്കെ കത്തിച്ചു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നേ. അതിൻ്റെ അകത്ത് കയറിയിട്ട് എനിക്ക് ശ്വാസം മുട്ടിയിട്ട് ഞാൻ പിന്നെ കയറി കണ്ടില്ല, അതിന് മുമ്പ് ഇറങ്ങി. പിന്നെ ഞങ്ങൾ സാധനമൊക്കെ നോക്കാനിറങ്ങി. പുറകിലായിട്ട് കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം നോക്കിയതേ ഉള്ളൂ, മേടിച്ചൊന്നുമില്ല, എല്ലാം കണ്ടതൊക്കെ ഉള്ളൂ. പിന്നെ ഇവിടെ നിന്ന് ഞങ്ങൾ ഗ്ലാസ് മേടിച്ചെന്ന് തോന്നുന്നു, ഇവിടുന്നോ മേടിച്ചിരുന്നു. പിന്നെ ഇവിടെ ചെന്നപ്പം അമ്മയ്ക്ക് ഇവിടെ നിന്നാണ് ഗ്ലാസ് മേടിച്ചത്. ഇവിടെ വന്നപ്പോൾ അമ്മയ്ക്ക് അലുവ ഭയങ്കര ഇഷ്ടം. ഉടനെ എന്നോട് ചോദിക്കുക എനിക്ക് വേണമെന്ന്. പിന്നെ അമ്മ മേടിച്ച് അമ്മയ്ക്ക് വേണ്ടിയിട്ട്. ഞങ്ങൾക്ക് ആർക്കും അങ്ങനെ ഇഷ്ടമല്ല. പിന്നെ അവിടെ നിന്ന് വീണ്ടും ഞങ്ങൾ അതും ഇതുമൊക്കെ കാണാൻ ഇറങ്ങി. ഞങ്ങളിവിടെ നിന്ന് ഐസ്ക്രീമാണ് തപ്പുന്നത്. കുറേ നേരമായിട്ട് ഐസ്ക്രീം വണ്ടി നോക്കുന്നു, ഐസ്ക്രീം വണ്ടിയും കാണുന്നില്ല, ഐസ്ക്രീം ഉള്ളടവും കാണുന്നില്ല. പിന്നെ അവസാനം ഞങ്ങൾ ഐസ്ക്രീം വണ്ടി കണ്ടുപിടിച്ചു. അവിടെ നേരെ ഇതിൻ്റെ അപ്പുറത്തായിട്ടാട്ടോ ഐസ്ക്രീം വണ്ടി ഉള്ളത്. അപ്പോൾ ഞങ്ങൾ ചുമ്മാ ഇവിടെ നിന്ന് പതുക്കെ നടന്ന് അങ്ങോട്ട് പോകുന്നത്. ഇവിടുന്ന് അതെ ഞാനും ചേച്ചിയും കൂടെ ബ്ലൂബെറിയും ഷോണ പിസ്തയും അമ്മ കാന്താരിയുടെ ഒരു ഐസ്ക്രീം തിന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഐസ്ക്രീം പകുതി കഴിച്ചപ്പം എനിക്ക് വേണ്ടായിരുന്നു. പിന്നെ ഞാൻ അമ്മയ്ക്ക് കൊടുത്തു. അമ്മയുടെ ഐസ്ക്രീമാണ് കഴിച്ചത്. ഇത് പിന്നെ കിണറാട്ടോ ഫ്രണ്ടിലത്തെ. അവർ രണ്ടും ആ സമയം കൊണ്ട് കൊന്ത മേടിക്കാൻ പോയി. പിന്നെ നമ്മുടെ വീട്ടിൽ അമ്മ ഫോൺ കൊണ്ട് കളഞ്ഞു. പിന്നെ ഞങ്ങൾ ബസ് ഇറങ്ങി പിന്നെയും പോയി. അങ്ങനെ ഫോണൊക്കെ കിട്ടി വീട്ടിൽ വന്നു. അപ്പോൾ ബൈ.